2020 നമ്മൾ ആൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബ്ലോഗ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ 2020 തൊട്ടുള്ള റിലേഷനാണ് നമ്മൾ തമ്മിൽ. എനിക്ക് ഇപ്പോഴും ആ ഒരു വ്ളോഗിന് എൻക്വയറി വരാറുണ്ട്. നമ്മൾ അവരൊന്ന് കണക്ട് ചെയ്ത് തരാമോ, അത് നല്ല വ്ളോഗായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വീഡിയോ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്ത പല വർക്ക്സും നമ്മൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആൻസ് എന്ന് പറഞ്ഞ കമ്പനീനെ അടുത്തൊരു തലത്തിലേക്ക് എത്തിച്ചൊരു വർക്കാണ്. ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. നിങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്തതിൽ നമുക്ക് ഒത്തിരി വർക്കുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം അത്ര ഭംഗിയായിട്ടാണ് ആ ഒരു വർക്ക് നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിലും ഒന്നും പറയാനില്ല. ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ ഞാൻ ചേച്ചിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇത് നമ്മൾ കാണിക്കേണ്ട ഒരു വർക്കാണ്. കാരണം സാധാരണ ഒരു വർക്കിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ആ വർക്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു 5 years കൊണ്ട് നമ്മുടെ കമ്പനി കുറേ വളർന്നു അല്ലേ? അപ്പോൾ ആ ഒരു ജേർണി ഒന്ന് ചേച്ചി ഒന്ന് പറയാമോ? ആൻസർ ഇപ്പൊ അറിയാലോ, നിമ്മി പറഞ്ഞ മാതിരി തന്നെയാണ്. 5 years ആയിട്ട് നമുക്കറിയാമെങ്കിലും ഇസ് എ 12-year-old കമ്പനിയാണ്. നമ്മളിപ്പോൾ ടേൺ കീ ഫിറ്റ് ഔട്ട് സൊല്യൂഷൻസ്, അന്നും നമ്മളെ ഫോക്കസ് ചെയ്ത ടേൺ കീ. ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ സർവീസസ് കൊടുക്കുക, ഡിസൈൻ മുതൽ എക്സിക്യൂഷൻ വരെ ഒരു 1 point കോൺടാക്ട്. അത് തന്നെയാണ് നമ്മുടെ. അത് കഴിഞ്ഞ് ഒരുപാട് കമ്പനീസ് അത് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് വി വേർ ദ വൺസ് ഹു വാണ്ടഡ് ഇറ്റ്. അങ്ങനെ ഒരു ഡ്രീം, എല്ലാ ക്ലയൻസിനും ഒരു ഡ്രീം പ്രോജക്റ്റ്, അവർക്ക് ഒരു ഫുൾ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ 5 years നോക്കുവാണെങ്കിൽ വി ഹാഡ് എ ചാൻസ് ടു എന്താ പറയുക, ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സ് ചെയ്തു. നമ്മൾ വി ആർ എ ടീം ഓഫ് ആക്ച്വലി 4 ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം മൈസെൽഫ് ആൻഡ് സുനിൽ, ജേസൺ തോമസ്, അശോക് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ 4 ഡയറക്ടേഴ്സും കൂടി ഉണ്ട്. വി ആർ ഓൾ ഫോർ ദ കോമൺ ഗോൾ. ആൻസിനെ എങ്ങനെ ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ ഒരു 1 point സൊല്യൂഷൻ ഫോർ ഓൾ ദ കസ്റ്റമേഴ്സ്, അത് തന്നെയാണ് നമ്മുടെ ഫോക്കസ്. വേറെ ഒരു പേഴ്സണൽ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ആ ഒരു ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ കിട്ടണം, അത് കാണുമ്പോൾ അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന, അതാണ് നമുക്കൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു സെലിബ്രിറ്റി പ്രോജക്ട്സ് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു 5 years ഡൗൺ ദ ലൈൻ നമ്മുടെ ഫാക്ടറി നമ്മൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് എൻ അമേസിംഗ് ടീം ഓഫ് ഡിസൈനേഴ്സ് ഉണ്ട്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട്. സോ എല്ലാ പ്രോജക്ട്സും ഇപ്പോഴത്തെ ഇത് നോക്കുമ്പോൾ AI-യും ഇതൊക്കെ വന്നപ്പോൾ ക്ലയൻസ് ആർ ഓൾവേസ് ദേ നോ വാട്ട് ദേ വാണ്ട്. ഏതൊക്കെ സ്റ്റൈൽസ് ആണ്. പണ്ട് നമ്മൾ 2012-13 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദേ ഡിഡ്ന്റ് നോ എന്തൊക്കെ സ്റ്റൈൽസ് ഓഫ് ഇന്റീരിയർ ഉണ്ടെന്ന് അറിയില്ല. എവറിബഡി നോസ് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ കേരള സ്റ്റൈലും അങ്ങനത്തെ ഇതൊക്കെ മോഡേൺ സ്റ്റൈൽ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ബൊഹീമിയൻ, എന്താ പറയാ, ജപ്പാൻഡി, സ്കാൻഡിനേവിയൻ, ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. ആൻഡ് ദേ നോ വാട്ട് ദേ വാണ്ട്. നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നതും അവരുടെ ഒരു ഐഡിയ കിട്ടുമ്പോൾ വി ജസ്റ്റ് ഹെൽപ് ദം. അവരുടെ ഡ്രീം അവരുടെ ഐഡന്റിറ്റി, അവരുടെ വീട് ഒരു ഇന്റീരിയർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി, ആ ബ്രാൻഡ് അവർക്ക് ആ വീട് വരുമ്പോൾ ഓക്കെ ദിസ് ഇസ് മൈ ഹോം, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. സോ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ് കൺസിസ്റ്റന്റ്ലി. ഒരു സ്റ്റഡി ഗ്രോത്ത് ഫ്രം ലാസ്റ്റ് 5 years നോക്കുമ്പോൾ ഒരു സ്റ്റഡി ഗ്രോത്ത് ആൻസിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് പോവാം നമുക്ക്. പിന്നെ സുനിലേട്ടനോട് ചോദിക്കുവാണെങ്കിൽ, ഒരു ആർക്കിടെക്റ്റിൻ്റെ ഡ്രീം ആയിരിക്കും ഇത്രയും വലിയൊരു വീട് നമ്മൾ ഫിനിഷ് ചെയ്തൊരു ക്ലയൻറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. കാരണം 1 acre 25 സെൻറ്റിൽ 12,000 square feet വീടാണത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്ലയൻറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്? ആക്ച്വലി നമ്മൾ ഈ വീട് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ തന്നെ ഒരു ഹോട്ടൽ പ്രോജക്റ്റ് നമ്മൾ കാലിക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാലിക്കറ്റ് മാവൂർ റോഡിൽ യാഷ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4-star ഹോട്ടലാണ് ചെയ്തത്. അതിൽ തന്നെ അതിൻ്റെ ബാറുകൾ, അതിൽ ഒരു പബ്ബുണ്ട്, കവാലോ എന്ന് പറഞ്ഞ പബ്ബ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ആ ക്ലയൻറ്റ് ആദ്യം തന്ന ഈ ഹോട്ടൽ പ്രോജക്റ്റിന് എല്ലാം അതുപോലെ ഓരോ കാര്യത്തിനും അവർ നമുക്ക് മാക്സിമം ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു റെഫറൻസും ഇല്ലാതെ AI അതുപോലെയുള്ള പിൻട്രസ്റ്റ്, ChatGPT ഇതൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പെയിന്റിങ്സും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരുടെ വർക്കും ഒക്കെ ഭയങ്കര യുണീക്കായിരുന്നു. സോ അതിന് നമുക്ക് ഒരു സോഷ്യൽ മീഡിയയുടെയോ അല്ലെങ്കിൽ യാതൊരുവിധ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൻ്റെയോ ഹെൽപ്പില്ലാതെയായിരുന്നു അവരെല്ലാം ആ ക്രിയേറ്റിവിറ്റി, ആ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ക്രിയേറ്റിവിറ്റി ആ കാലഘട്ടത്തിലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇപ്പോൾ വരുന്ന, അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ വരുന്ന ക്ലയൻസ് ആ ഒരു പിൻട്രസ്റ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ സാധനങ്ങളുടെ ഹെൽപ്പോട് കൂടിയിട്ടുള്ള ഡിസൈനിലേക്കാണ് കൂടുതലും പോയി കാണുന്നത്. ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഡിസൈനർക്ക് അവനൊരു ഫ്രീഡവും അവൻ്റെ ഒരു സ്പേസും കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. സോ അങ്ങനെ ഒരു ഫ്രീഡം തന്ന് നമുക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്ത ഒരു ക്ലയൻ്റാണ് അവർ. അതുകൊണ്ട് തന്നെ അവരോട് ഈ ഒരു കാര്യത്തിൽ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകത്തില്ല. കാരണം അത്രമാത്രം സപ്പോർട്ടീവായിരുന്നു സിയൂഷ്, ബിജി.
അപ്പം ബിജി ആണെങ്കിൽ തന്നെ ഇപ്പം കിച്ചൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം അതിനെക്കുറിച്ച് ജസ്റ്റ് അവർ നോക്കുമായിരിക്കും, അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ യൂസേജും എല്ലാം നോക്കുമായിരിക്കും. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു പ്രോബ്ലവും പറയാതെ അതെല്ലാം എഗ്രി ചെയ്ത് ആണ് ഈ പ്രോജക്റ്റ് എക്സിക്യൂഷന് നമ്മളെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സോ അത് ആണ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു വീടുണ്ടല്ലോ ചേട്ടാ, എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് സന്നിധി എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു വീടിന് ഒരു ഡിഫറെൻറ്റ് തീമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റീരിയർ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡിസൈൻ പാർട്ട്, അതിൻ്റെ തീം, അതിൻ്റെ ലേ ഔട്ട്, അതിനെക്കുറിച്ചൊന്ന് ചേട്ടനൊന്ന് പറയാമോ? നിമ്മി ചോദിച്ച പോലെ ഇതൊരു പ്രത്യേക തീമിലോ ഒരു കോൺസെപ്റ്റിലോ ബേസ് ചെയ്ത വീടല്ല. ഓക്കെ. കാരണം ഈ വീടിന്റെ ഡിസൈനെ കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും ക്ലയന്റിന് വ്യക്തമായിട്ടൊരു ധാരണയുണ്ടായിരുന്നു. കാരണം അവർ ചെയ്യുന്ന ബിസിനസ്സും അങ്ങനെയാണ്. ആ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്, ബഹ്റൈൻ ബേസ്ഡാണ് അവർ ചെയ്യുന്ന ബിസിനസ്. സോ ഗസ്റ്റുകളെ എങ്ങനെ സ്വീകരിക്കാം, അവർക്ക് ഒരു ബോറിങ്ങും തോന്നാത്ത രീതിക്ക് എത്ര സിമ്പിളായിട്ട് അതിലകത്ത് ജീവിക്കാൻ പറ്റണം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു വ്യക്തമായ പ്ലാനിങ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ നമ്മൾ ആൻസ് ഒരു പ്രത്യേക കോൺസെപ്റ്റ് അതിൻ്റെ അകത്ത് കൊണ്ടുവരേണ്ട കാര്യം വന്നിട്ടില്ല. അത്രമാത്രം അവർ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും ഡിസൈൻ്റെ അകത്ത്. പിന്നെ ലാൻഡ്സ്കേപ്പും ഇന്റീരിയറും എല്ലാം ബ്ലെൻഡ് ആകുന്ന രീതിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിമ്മി വന്നപ്പോൾ കണ്ടു കാണും, അതിന് നമുക്ക് 2 എൻട്രൻസാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് നടന്ന് കയറാവുന്ന പോലെയുള്ള മെയിൻ എൻട്രൻസ്, ആ മെയിൻ എൻട്രൻസും പിന്നെ നമുക്ക് ഡ്രൈവ് വേ ആയിട്ടുള്ള ഒരു എൻട്രൻസും. ആ എൻട്രൻസ് ഡ്രൈവ് വേയിലേക്കുള്ള എൻട്രൻസ് വരുവാണെങ്കിൽ അത് നമ്മൾ പോർച്ചിലേക്കാണ് പോകുന്നത്. പോർച്ചിൽ നിന്ന് L ഷേപ്പിലൊരു വരാന്തയാണ് നമ്മൾ ടോട്ടൽ കൊടുത്തിരിക്കുന്നത്. ആ വരാന്തയിൽ ഏറ്റവും മുമ്പിൽ നടന്ന് കയറാവുന്ന ഫോർമൽ എൻട്രിയിലേക്കും നമുക്ക് കയറാം, അതുപോലെ തന്നെ ഡൈനിങ്ങിലേക്കും ഫാമിലി ലിവിങ്ങിലേക്കും ആ എൻട്രൻസ് കൂടെ തന്നെ കയറാം. അത് നിങ്ങൾ ലേഔട്ട് ശ്രദ്ധിച്ചറിയാം, അല്ലെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ അറിയാം അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. സോ ഞാൻ പറയുന്നതിൻ്റെ അകത്ത് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ വീടിൻ്റെ നമ്മൾ ഫോർമൽ ലിവിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു കോർട്ട്യാർഡും കൂടിയാണ്. 2 സൈഡിൽ അതിന് കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. കോർട്ട്യാർഡ് തന്നെ ഓപ്പൺ അല്ല, അതിൻ്റെ മുകളിൽ ഗ്ലാസ് റൂഫ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഗ്ലാസ് റൂഫിൻ്റെ 2 സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. അത് ഡിസൈൻ്റെ അകത്ത് നിമ്മി കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതുപോലെ അതൊരു ഫോക്കൽ പോയിന്റ് ആയിട്ടാണ് ആ വീട് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. ആ ഫോക്കൽ പോയിന്റിൽ നമ്മളൊരു ബുദ്ധയുടെ സ്കൾപ്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ തൊട്ട് അവിടം തൊട്ട് ആ ബുദ്ധ വിസിബിൾ ആണ്. സോ അങ്ങനെ 2 സൈഡിലേക്കും, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബെഡ്റൂംസ്, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൈനിങ്, ഓപ്പൺ കിച്ചൺ, ലിവിങ്, പിന്നെ TV നമ്മുടെ ഫാമിലി ലിവിങ്, ഇങ്ങനെയാണ് വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും, 4 ബെഡ്റൂമാണ് ടോട്ടൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ജിമ്മും ഉണ്ട്. ഇതാണ് വീടിന്റെ ടോട്ടൽ ലേഔട്ട്. ഞാൻ ഇതിൽ കണ്ടപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ, ഇപ്പോൾ ചില വീടുകൾ നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കണ പോലെ തോന്നും. ഭംഗിയുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയില്ലേ, അതായത് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ഇങ്ങനെ എല്ലാം ഇതിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഇതിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര മിനിമലായിട്ടുള്ളൊരു ഇന്റീരിയർ ഡിസൈൻ ആണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ? വെരി സ്പേഷ്യസ്. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോഴാണെങ്കിലും ഇപ്പൊ ചേട്ടനാ പറഞ്ഞ വരാന്തകള്, അതുപോലെ തന്നെ വലിയ ഗ്ലാസ്സുകള്, അതുപോലെ ഡോറുകളൊക്കെ ആണെങ്കിലും ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, ചില 5 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതിലിങ്ങനെ കയറുമ്പോൾ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കുറേ നേരം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ തോന്നും. ഒരു വീടിലുപരി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറേ പോയിന്റ്സ് നമുക്ക് ആ ഒരു വീട്ടിൽ കാണാനായിട്ട് പറ്റി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഏറ്റവും മിനിമലായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ക്ലയന്റിന്റെ ആവശ്യം. പക്ഷേ വേണ്ടതെല്ലാം അതിൽ ഉണ്ടാവുകയും വേണം. അപ്പം ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും മിനിമലായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കറക്റ്റായിട്ട് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടാണത്. അപ്പോൾ അതിൻ്റെ ഫ്രീഡവും അവർ തന്നെയാണ് ആവശ്യമുള്ളത് എന്ത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. കാരണം ചിലർ എനിക്ക് ആ ഒരു ടേബിളിന് കുറച്ചുകൂടെ സൈസ് വേണം, അല്ലെങ്കിൽ ഈ ഒരു വിൻഡോയ്ക്ക് അത്രയും സൈസ് വേണം, അങ്ങനത്തെ നമ്മൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ക്ലയൻ്റ് ആയിരുന്നു. സോ അതിൻ്റെ ഒരു ടോട്ടൽ റിസൾട്ടാണ് ആ കാണുന്നത്. അപ്പൊ ഇനി ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം,
അപ്പം ഞാൻ അവിടെ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് അവിടുത്തെ ലൈറ്റ് ഷെയ്ഡ്സ്, കേർട്ടൻസ്, അതുപോലെ കുറേ യുണീക്കായിട്ടുള്ള ഫേർണിച്ചേഴ്സ് ഞാൻ അവിടെ കണ്ടു. അപ്പം അതൊക്കെ നമ്മൾ ഇവിടുന്ന് സോഴ്സ് ചെയ്ത് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? നേരത്തെ നിന്നെ പറഞ്ഞ മാതിരി ആ ഒരു മിനിമലിസ്റ്റിക് ടോൺ തോന്നിയല്ലോ. അപ്പൊ ഇത് കൊണ്ടുവരാൻ തന്നെയാണ് നമ്മൾ എവിടെ പോയാലും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൈന്റ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തു. ഓൾമോസ്റ്റ് ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങൾ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെ കുറെ ട്രാവൽ ചെയ്തു. അതുപോലെ പുറത്തും ട്രാവൽ ചെയ്തു, ഇന്തോനേഷ്യ, അവിടെയൊക്കെ ആയിരുന്നു പോയിരുന്നത്. അപ്പൊ അവിടെ ഓരോ മെറ്റീരിയൽസും സംതിങ് ഡിഫറെന്റ്. ഇപ്പൊ ചൈനയിൽ പോയാൽ ഇപ്പൊ എല്ലാവരും പറയും ചൈനയിൽ പോവാം, എല്ലാ സാധനങ്ങളും കിട്ടും. ശരിയായിരിക്കും, അവിടെ പോയാൽ എല്ലാം കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടിയിരുന്ന ആ വീടിനെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ വളരെ യൂണീക്ക് ആയിട്ടുള്ള, അവിടെ മാച്ച് ആവുന്ന രീതിയിലുള്ള, അപ്പൊ അവിടെ പോയിട്ടാണ് മിക്കതും സോഴ്സ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അത് പെർട്ടിക്കുലർലി അവിടെ നമ്മളത് ആദ്യമേ എൻവിഷൻ ചെയ്തായിരുന്നു, ഇത് ഇങ്ങനെ വരണം, പല ലെവൽസിൽ ഇടണം. അപ്പൊ അത് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അതൊരു ശരിക്കും പറഞ്ഞാൽ ബാലി ആ പ്ലേസിൽ വരുന്ന അതിന്റെ ഒരു പ്രത്യേകതരം ലൈറ്റ്സ് ആണ്, ഒരു ബാംബൂല് ചെയ്ത ലൈറ്റ്സ്. അതൊരു ഡിഫറെന്റ് ലെവൽസിൽ ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. ആ ഒരു വലിയൊരു സ്ട്രക്ചറിൽ ഈ ഒരു ലൈറ്റ് വരുമ്പോൾ അതായിരുന്നു ഒരു ഫോക്കൽ പോയിന്റ് വന്നിരുന്നത്. അതുപോലെ തന്നെ വേറൊരു നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ, ഒരു ഹാങ്ങിങ് ആയിട്ട് ഒരു സീറ്റിംഗ് അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി എല്ലാവരും ചെയ്യാ വെച്ചാൽ കുറെ സീറ്റ്സ് ഇങ്ങനെ ഇടും, കാരണം അത്രയും വലിയൊരു ഫാമിലി ലിവിംഗ് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് അവിടെ ഒരു സീറ്റിംഗ്, ഒരു കൺസോളോ വെച്ച് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. സോ വി വാണ്ടഡ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ നമ്മൾ ആ മെയിൻ ഡോർ കയറുമ്പോൾ ഈ ഒരു ഫോക്കൽ ഒരു പോയിന്റിൽ നിന്ന് നമുക്കത് ഫുൾ വാള് കാണാൻ പറ്റും, ഒരു ടിവിയുടെ ഒരു വാള് കാണാൻ പറ്റും. സോ വി തോട്ട് വൈ നോട്ട് ഡു ദാറ്റ്. അവർ ഹാങ്ങിങ് സീറ്റിംഗ്, അതിന്റെ സപ്പോർട്ട് എല്ലാം മേളിൽ നിന്നാണ് നമ്മൾ കൊടുത്തേക്കണേ. ആൻഡ് താഴെ ഫുൾ ഓപ്പൺ ആണ്, ഫ്ലോട്ടിംഗ് ആയിട്ട് സീറ്റിംഗ് ആണ്. അത് അപ്പുറത്തെ സൈഡിൽ ഒരിക്കലും ഇങ്ങോട്ടും നോക്കിയിരിക്കാം. അതൊരു മിക്സ് ഓഫ് എല്ലാവരും, ഒരുപാട് വലിയ ഏരിയ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് നോക്കി സംസാരിക്കാം. പ്രോബ്ലി ലിവിംഗിലായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ലിവിംഗ് ആയിരിക്കാം. ആ ഒരു ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എലമെന്റ് ആഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ കേർട്ടൻസ് നോക്കുവാണെങ്കിൽ അതിൽ വളരെ ഡിസൈനർ വെയർ ആയിരുന്നു. അത് സബ്യസാച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലോത്തിങ് സെക്ടറിലെ ഏറ്റവും വലിയൊരു ഡിസൈനർ ആണ്. പുള്ളിയുടെ ടൈപ്പ്, അവരുടെ ഒരു സെക്ടറാണ് ഈ ഒരു സബ്യസാച്ചി കേർട്ടൻസ് എന്ന് പറയുന്നത്. പുതിയത് ഇറക്കിയതാണ്. അത് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരും, കാരണം ഈ വീടിന് അത് ബ്ലെൻഡ് ആവും തോന്നി. ഒരു ട്രഡീഷണലും ഉണ്ട്, റസ്റ്റിക്കും ഉണ്ട്, ആ ഒരു കളർ ബ്രൈറ്റ്നെസ്, അതാണ് നമ്മളെല്ലാ വീട് ഫുൾ വന്നേക്കുന്ന ആ ടൈപ്പ് ഓഫ് ഇതാണ്. പിന്നെ ഫർണിച്ചർ ആയിക്കോട്ടെ, പിന്നെ ചെറിയ ചെറിയ ആർട്ടിഫാക്ട്സ്, ഈ വോളിലൊക്കെ കണ്ട ആർട്ടിഫാക്ട്സും കുറെ പെയിന്റിങ്സും ബുദ്ധയുടെ സ്കൾപ്ചേഴ്സും ഇതെല്ലാം നമ്മൾ സോഴ്സ് ചെയ്തേക്കുക ഇന്തോനേഷ്യ അവിടെ നിന്നുള്ള സ്ഥലത്തായിരുന്നു. അതുപോലെ നിമ്മി ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ വോളിന്റെ ഫിനിഷ് പെയിന്റിംഗ് അല്ല കൊടുത്തിരിക്കുന്നത്. എല്ലാം നമ്മള് റെസ്റ്റിക് തീമിനുള്ള സിമെന്റ് ഫിനിഷില് അല്ലെങ്കിൽ ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. സിമെന്റ് ഫിനിഷ് ആണെങ്കിലും അത് സ്മൂത്ത് ആണ്. നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സിൽക്കി എഫക്റ്റ് അത് വലിയ ഏരിയയിലേക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂവ്സ് ഒക്കെ കൊടുത്ത് അത് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സ്റ്റെയർ കേസും ബാക്കിയുള്ള ഭാഗങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിമ്മിക്കത് മനസ്സിലാവും. ഞാനത് ചെന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ഏർത്തി തീം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഓൾഡ് ഒരു വിൻഡോ അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം ക്ലയന്റിനോട് പറയുവാണെങ്കിൽ ഞാനിത് ചെയ്യാൻ പോവാണ്, ഓക്കെ ചെയ്തു, അങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മിറേഴ്സ് ആണെങ്കിലും കുറച്ച് റസ്റ്റിക് ഫീൽ ഉള്ള ഒരു മിറേഴ്സ് ആണ് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അതിന് ചുറ്റും കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് വരുന്നുണ്ട്. ബാത്റൂം ആണെങ്കിൽ, ബാത്റൂമിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ബാത്റൂമിന്റെ ടൈൽസ് വെറ്റ് ഏരിയ മാത്രമേ ടൈല് കൊടുത്തിട്ടുള്ളൂ, ബാക്കി എന്റെ ട്രൈ ഏരിയ ടെക്സ്ചറാണ്, മൈക്രോ സിമെന്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു മിറർ റെസ്റ്റിക് ആവാനുള്ള കാരണം ആ ഒരു പാർട്ട് എൻറ്റയർലി അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. ആ റെസ്റ്റിക് കോൺസെപ്റ്റ് അങ്ങനെയാണ്. സോ ഡൈനിങ്ങിന്റെ മുകളിലാണെങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഡിസൈനാ. ഈ റോഷ്നി പറഞ്ഞു ബാംബുവിന്റെ ആ ഒരു ലൈറ്റ് ഇല്ലേ, ആ ലൈറ്റിന്റെ സ്പേസിങ് എല്ലാം ആ ഇൻഡസ്ട്രിയൽ ഡിസൈനിന്റെ ഉള്ളിലാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് തോന്നി ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യാനായിട്ട് വീടിന്റെ ഉള്ളിലിരുന്നപ്പോ നമുക്ക് ഒട്ടും പുറത്തെ സൗണ്ടുകളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത്രയും എനിക്ക് സൗണ്ട് പ്രൂഫ് ആയിട്ടാണ് നമ്മളെല്ലാം അവിടെ യൂസ് ചെയ്ത എല്ലാം ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. സോ ഒരിക്കലും അതിന്റെ ഹീറ്റ് ആയിക്കോട്ടെ സൗണ്ട് ആയിക്കോട്ടെ ഒരുപാട് അത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു പിന്നെ അതുപോലെ ഫുൾ ഗ്രീനറിയാണ്, ഓൾ ടുഗെദർ ഗ്രീനറിയാണ്. സോ വൺ പേഴ്സൺ വെൻ ഹി സിറ്റ്സ് ഇൻസൈഡ് ആ പുറത്തുള്ളത് നേച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് ഗ്ലാസ് കൊണ്ടുവരാൻ കാരണം അതും കൂടി. പിന്നെ അതുപോലെ ആ വീട്ടിൽ നമ്മൾ ഒത്തിരി നമ്മളിപ്പോ ഫോട്ടോസ് ഒക്കെ എടുക്കാനാണെങ്കിലേ നമ്മള് ചില കഫേസ് ഒക്കെ പറയില്ലേ, അതായത് ഇൻസ്റ്റാഗ്രാമില് ഫോട്ടോ ഇടാൻ പറ്റുന്ന ടൈപ്പ് കഫേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യില്ലേ, അതുപോലെ ഈ വീടിന്റെ എല്ലാ ഏരിയയിലും നമുക്ക് ഒത്തിരി നല്ല ഫോട്ടോസ് അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു വീടാണ്. പിന്നെ ഉണ്ടല്ലോ ചേട്ടാ, എനിക്ക് ഈ ഒരു വീട്ടില് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അപ്പൊ അത്
എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ തീമിലാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഒന്ന് പറയാമോ? ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ ആ സ്ട്രക്ചർ വീട് ഇരിക്കുന്ന ആ പ്ലോട്ടിലൊഴിച്ച് ബാക്കി എല്ലാ ട്രീയും തെങ്ങാണ്, പ്ലാവാണെങ്കിലും മാവാണെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒന്നും കട്ട് ചെയ്ത് കളയാൻ സമ്മതിച്ചിട്ടില്ല. സോ അതിന് അങ്ങനത്തെ സാധനങ്ങൾ കളയാതിരിക്കാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാർ വരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെ മാത്രമല്ല, ഈ നമ്മുടെ ഇവിടുത്തെ പ്ലാന്റ്സുകൾ കൂടാതെ ഹൈദരാബാദ്, ബാംഗ്ലൂർ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞല്ലോ ആദ്യം. ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ട കുറേ നല്ല സാധനങ്ങൾ, ഇപ്പം ബോഗൻവില്ലയുടെയൊക്കെ പല വെറൈറ്റീസ് ഉണ്ട്. അത് പ്രൈസ് റേഞ്ച് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആ ലെവലിലുള്ള സാധനങ്ങൾ വരെ നമ്മൾ അതിൻ്റെ അന്ന് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ബോൺസായിസ്, പിന്നെ ജപ്പാൻ ക്യാമില എന്നൊക്കെ പറയുന്ന കുറേ പുറത്തെ ചെടികൾ, അതിൻ്റെ ഫ്ലവറൊക്കെ അത്ര ഭംഗിയുള്ളതാണ്. മാത്രമല്ല ഈ കിളികൾ, അതുപോലെ ബട്ടർഫ്ലൈസ്, അതിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന കുറേ പ്ലാന്റ്സുകളുണ്ട്. ആരോമയ്ക്ക് വേണ്ടിയിട്ട് മുല്ല, മരമുല്ല, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിമ്മി നോക്കിയാൽ അറിയാം, നമ്മുടെ ആ പോർച്ചിൻ്റെ, നമ്മുടെ ആ സ്ട്രക്ചറിൻ്റെ മുമ്പിൽ നമ്മളൊരു ചെറിയ മെറ്റൽ ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈൻ കൊടുത്തിട്ട് അതിൽ കൂടെ പ്ലാന്റ്സ്, ബോഗൻവില്ലയുടെ പടരുന്ന ക്രീപ്പ് ചെയ്യുന്ന കുറേ ക്ലൈംബേഴ്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫ്യൂച്ചറിൽ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫ്യൂച്ചറിൽ അത് ഭയങ്കര ഭംഗിയായി വരും എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ലാൻഡ്സ്കേപ്പിന്റെ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. തെങ്ങ്, ഒരു തെങ്ങ് പോലും മുറിക്കരുത് എന്നുള്ള കോൺസെപ്റ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ പാടാണ്. ഇപ്പം റെഗുലറായിട്ട് തെങ്ങ് കയറുന്ന ആൾക്കാർ വന്ന് അത് ക്ലീൻ ചെയ്താലേ ആ പറയുന്ന ഒരു എഫക്റ്റിൽ നിർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ലാൻഡ്സ്കേപ്പിന് ഇന്ത്യയിൽ സ്ട്രക്ചർ, നമ്മുടെ ആർക്കിടെക്ചറിനും ഇന്ത്യറിനും കൊടുത്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. അത് നിമ്മി നോക്കിയാൽ അറിയാം, നമ്മൾ ഓൾ അറൗണ്ട് ഈ വീടിന്റെ ചുറ്റും നടക്കുന്ന സൈഡിലെല്ലാം വരാന്തയ്ക്ക് ചുറ്റും എല്ലാം നമ്മൾ ലാൻഡ്സ്കേപ്പിനെ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അത് തന്നെയാണ് കോട്ടയാടിന്റെ പാർട്ടിലും അതുപോലെ അതേ കോൺസെപ്റ്റ് പുറത്തേക്കും ആ കണ്ടിന്യൂറ്റി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ലാൻഡ്സ്കേപ്പിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. അതുകൂടാതെ നിമ്മി സുനിൽ പറയുന്ന, നമ്മൾക്ക് ഈ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഓട്ടോമേഷനും കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഒരാൾക്ക് ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓട്ടോമേഷൻ ആണ്. വെനെവർ റിക്വയർഡ് ആ ടൈം ആകുമ്പോൾ എല്ലാ സ്പ്രിംഗ്ലർ എഫക്റ്റ് വന്നിട്ട് അത് ഫുൾ നനയ്ക്കുന്നുണ്ട്. അത് ഇൻസൈഡും ഔട്ട്സൈഡും നമ്മൾ ആ ഓട്ടോമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റ്സ് ആയിക്കോട്ടെ, കാരണം ഒരുപാട് ലൈറ്റിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു റൂമിന്റെ ആംബിയൻസിന് ലൈറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ കൊണ്ടുവന്ന ലൈറ്റ്സും ഓരോ റൂമിൽ നോക്കുവാണെങ്കിൽ ആ വാൾ ലൈറ്റ്സ് ആയിക്കോട്ടെ, അതിന്റെ നമ്മൾ ആ ഒരു ഡിസൈനിന് ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ സോഴ്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ആ സ്റ്റെപ്പ് കയറുമ്പോൾ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്, ഇതെല്ലാം ആ ഒരു തീമിനെ നമ്മൾ ആലോചിച്ചു. ഫുൾ ഗ്രേ ടെക്സ്റ്റേഴ്സ് ആണ്. അവിടെ ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെഡ് കളർ ഫ്രെയിം ഉള്ള ലൈറ്റ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അതുപോലെയാണ് റൂംസിൽ നോക്കുമ്പോൾ ഒരു ബാക്ക് ടോണിൽ ഗ്രേ വരുമ്പോൾ വൈറ്റ് കളർ ലൈറ്റ്സ്. അതിന്റെ എന്തെങ്കിലും ഒരു ആർട്ട് ഫാക്ട് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. സാധാരണ നോർമൽ ലൈറ്റ്സ് പോലത്തെ അല്ലാത്തായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ അവിടെ ബേസിക്കലി ഉണ്ടാക്കുന്ന ഇന്തോനേഷ്യയിലെ വീട്ടുകാര് തമ്മിൽ ഓരോ വീട്ടുകളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണ്ടത് അവരുണ്ടാക്കി തരും ആ സൈസിനനുസരിച്ച്. അതുപോലെയാണ് എല്ലാ ലൈറ്റ്സും റൂംസിലും ഒക്കെ വന്നിരിക്കുന്നത്. വാളിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വാളിൽ ഒരുപാട് എലമെന്റ്സോ പിക്ചേഴ്സോ ഒന്നുമില്ല. ഒരു പിക്ചർ ഉണ്ടാവും, ഒരു നടുക്കോ ഒരു പിക്ചർ ഉണ്ടാവും. പിന്നെ ചെറിയ 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 ആർട്ടിഫാക്ട്സ്, ചെറിയ സ്മോൾ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ബുദ്ധയുടെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു വീടിന് വേണ്ട ഒരു പീസ്, അത് ആ റൂമിൽ എല്ലായിടത്തും വരണം. അതുകൊണ്ട് റൂംസിലും ഉണ്ട്, ലിവിംഗ് ഏരിയയിലും ഉണ്ട്, ഗാർഡനിലുണ്ട്. സോ അതാണ് പീസ്ഫുൾ സാനിറ്റൈറ്റി ആയിട്ടുള്ള ഒരു സന്നിധി എന്ന് പറയുന്ന ഒരു റിട്രീറ്റ്. അപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു ടൈം നമുക്ക് തന്നതിന്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ നല്ലൊരു വർക്കായിട്ട് ഇരുന്നത്. അത് ഇത്രയും നല്ലൊരു വർക്കായിട്ട് ഇരുന്നതിൽ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു ജേണി നന്നായിട്ട് പോട്ടെ. എനിക്ക് തോന്നുന്നു ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ വർക്ക് ഇപ്പം നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമുക്കിതുപോലെ അതൊക്കെ വ്ളോഗ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ യുവർ ടൈം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു, എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് സിയൂഷൻ വിജി. കാരണം അവരൊരു ഡ്രീം ക്ലയന്റ് ആണ്. കാരണം നമുക്ക് അത്രയും ഫ്രീഡം തന്നിട്ടുണ്ട്, എന്തും ചെയ്യാം.
യു ഹാവ് ഒരു നമുക്കൊരു പാലറ്റ് ഫ്രീ ആയിട്ടൊരു ലാൻഡ് സ്പേസ് തന്നു ഡു വാട്ട് എവർ യു വാണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. എന്ത് ഡിസൈൻ കൊടുത്താലും പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ, രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഒരു ഡ്രീം പ്രോജക്റ്റും ആയിരുന്നു. സോ ദാറ്റ്സ് വൈ ആ പ്രോജക്റ്റ് ഇത്രയും ഭംഗിയാവാൻ കാരണം ആ ഒരു ഫ്രീഡം തന്നെയാണ് സുനിൽ നേരത്തെ പറഞ്ഞിരുന്നു. സോ ദിസ് പ്രോജക്റ്റ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ശ്രീയുഷ് ആൻഡ് വിജി. പിന്നെ അതുപോലെ തന്നെ അവിടെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരും ടീം വർക്ക് തന്നെയാണ്. നമ്മുടെ ഫാക്ടറി, നമ്മുടെ എല്ലാവരും ഡിസൈനേഴ്സ്, വർക്ക് ചെയ്ത ഓരോരുത്തരും, ഇറ്റ്സ് ലൈക്ക് ഒരു ടീം വർക്കിന്റെ ഒരു എഫക്റ്റ് ആണ് ആ കാണുന്നത്. അല്ലാതെ ഏറ്റവും ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി അല്ലേ? അതെ അതെ അതെ. താങ്ക് യു നിമി, നല്ലൊരു വ്ളോഗ് ചെയ്യാൻ നമ്മുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്തതിന്. ഹോപ്പ് നമുക്ക് നല്ല വ്ളോഗുകളുമായിട്ട് ഇനിയും കാണാം. ഇനിയും കാണാം അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.